ആ വണ്ടി എങ്ങനെ കയറി വരുന്ന കാണാന് ഏതാ ലുക്കിലെ വളവൊക്കെ തിരിഞ്ഞിങ്ങനെ വരുന്നേ ആനവണ്ടി ഇങ്ങനെ വരുന്ന കാണാൻ എന്താ സ്റ്റൈലല്ലേ അപ്പൊ എവിടുന്ന വരുന്ന അറിയോ ഇത് എവിടുന്ന് വരുന്നേ തിരുവമ്പാടി കക്കാടംപൊയില് കൂടരഞ്ഞ് കൂമ്പാറ കക്കാടംപൊയിൽ കോഴിപ്പാറ അപ്പൊ അതിലെല്ലാം പോണ ബസ്സാണ് ഇട്ടത് ഏതാ മുതലില്ല വരവൊക്കെ അപ്പൊ ആ ചങ്കള നമ്മളൊന്ന് നിക്കണ എവിടെ അറിയാം കക്കാടംപൊയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇങ്ങനെ നിലമ്പൂരിൽ നിന്ന് ഇങ്ങനെ കയറി വന്നാണ് നിലമ്പൂരിന്നല്ല മുക്കത്തുനിന്ന് ഇങ്ങനെ വന്നാണ് ജസ്റ്റ് ഒന്ന് കക്കാടംപൊയിൽ ടൗണൊക്കെ ഒന്ന് കാണാൻ പ്രത്യേകിച്ച് ഇന്ന് ഈസ്റ്റർ ഒക്കെ അല്ലേ അപ്പൊ അതിന്റെ ആ ഒരു ഇതിലൊന്ന് ചില്ലാകരുത് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അമ്മേനും ഇപ്പങ്ങൾ എല്ലാരും കൂട്ടിയിട്ട് വന്നാണ് അപ്പൊ ഓല് കുറച്ച് അവിടെ ടൗണിൽ അവിടെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ടൗണും കാര്യങ്ങളൊക്കെ ഒന്ന് കക്കാടംപൊയിൽ ടൗണും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ താല്പര്യമില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ പോരിട്ടോ. ഫസ്റ്റ് തന്നെ കാണുന്നത് പള്ളിയാണ് കക്കാടംപൊയിൽ പള്ളിയാണ്. നല്ല അടിപൊളി സീനറി നല്ല കിടിലൻ വൈബുള്ള സ്ഥലം തന്നെയാണ് നമ്മൾ ഈ ഒരു കക്കാടംപൊയിൽ നടക്കൽ നമുക്കുന്ന സെന്റ് മേരീസ് ചർച്ച് കക്കാടംപൊയിൽ. അപ്പൊ നമ്മള് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കൊള്ളിട്ടോ. നമുക്ക് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. എന്തൊക്കെയുണ്ട് കണ്ണൊരു ഉറക്കം ഉറങ്ങി എഴുന്നേറ്റാണ് അതിന്റെ ഒരു ഇതിലാണ് കേട്ടോ ഉറക്ക ക്ഷീണത്തിലാണ്. റോഡൊക്കെ നോക്കിയാൽ അടിപൊളി റോഡില്ലേ അടിപൊളി റോഡാണ്. മുക്കത്തുനിന്ന് വരുന്നതാണ്. നമ്മള് വരുന്ന ടൈമിലെല്ലാം മഴ ചാറിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല നല്ല അടിപൊളി ക്ലൈമറ്റ് ഉണ്ട് തണുപ്പും ചൂടില്ല ചെറിയൊരു തണുപ്പും ഒക്കെ ആയിട്ട് തണുപ്പുള്ള ഒരു കാറ്റൊക്കെ ആയിട്ട് മേലെ എത്തിക്കഴിഞ്ഞാല് കടകളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നല്ല വ്യൂ ഉള്ള സ്ഥലം ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. നല്ലൊരു ടൗണൊക്കെയാണ് അങ്ങോട്ട് മേലേക്ക്. ഇനി പറഞ്ഞാൽ അങ്ങോട്ട് ഫുള്ള് കടകളൊക്കെ ആയി. വണ്ടികളൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ പോന്നിട്ടേ ടൂറിസ്റ്റ് കുറേ ആൾക്കാരൊക്കെ ട്രാവലറായിട്ടോണ്ട് നോക്കിയേ വണ്ടിക്കകത്ത് മാങ്ങ പച്ചമാങ്ങ ഒക്കെ കൊണ്ടുപോണ് ലോഡ് കണക്കിന് കൊണ്ടുപോണ്ട്. വണ്ടികൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. നമ്മളവിടെ നേരത്തെ നിൽക്കുമ്പോൾ തന്നെ എത്രങ്ങാനും വണ്ടി പോണറിയോ. ഒക്കെ ഇന്നിപ്പോൾ ഈസ്റ്ററിൻ്റെ ആ ഒരു തിരക്കും കടകൾ ഫുള്ള് അടവാന്ന്. അതെ പിന്നെ ഇങ്ങനെ നടക്കലൊരു വേറെ രസമാണ് കേട്ടോ. അങ്ങാടി കൂടെ ഒക്കെ നടക്കാറുമ്പോൾ ഒരു രസമാണ്. നമ്മളെ തിരുവമ്പാടിൻ്റെ LDF സാരഥിയിലെ അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ അങ്ങോട്ട് മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജീപ്പ് പോയിക്കേ 4 വീലർ അല്ലേ ഇതാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ആണ്ടേ മമ്മിയും ചേച്ചിയാണ്ടേ കല്ലുക്കുട്ടിയും നമുക്ക് മടുത്ത നിന്ന് അപ്പൊ എന്നാ ഞമ്മക്കോട്ട് പോവല്ലോ. എന്നാല് ഞങ്ങള് കൊറേ അങ്ങ് താഴെ പോയി മമ്മി മടുത്തു. ചെറുങ്ങനെ കയറ്റണ്ടേ ചെടികളൊക്കെ എന്ത് രസമുണ്ടല്ലേ. ഇതിങ്ങനെ ഓരോ റിസോർട്ട് അങ്ങോട്ടൊക്കെ റിസോർട്ടുകളുണ്ട്. അങ്ങനെ നമ്മള് വരുന്ന വഴി തന്നെ കുറെ റിസോർട്ടും ഹട്ടുകളൊക്കെ കണ്ടില്ല നമ്മള്. ഇനി നമുക്ക് ഈ സൈഡ് വഴി ഇങ്ങനെ ഫുട്പാത്തിൽ കൂടെ പോവാം. നമുക്ക് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കക്കാടംപൊയിൽ ടൗൺ ഇട്ടോ റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന ആൾക്കാർക്ക് നല്ല നല്ല കിടലം സ്ഥലങ്ങളുണ്ടല്ലോ ഇവിടെ. അതെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ. ഒക്കെ എല്ലാരും എവിടെ നിന്നൊക്കെയോ വരുന്ന ആൾക്കാരാണ്. നമ്മളിവിടെ പണ്ട് വന്നിട്ടില്ലേ? ഇന്ന് കുറച്ച് തിരക്ക് കുറവുണ്ടോ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഞങ്ങള് എല്ലാരും കൂടി നായാടംപൊയിൽ പോയിട്ടുണ്ട്. തിരുവമ്പാടി നിയോജക മണ്ഡലം അത് ഇതില്ലേ. കളിപ്പാട്ടങ്ങളൊന്നും കാണുന്നില്ല ഞങ്ങള്. ഇത് കടകളൊക്കെ അവധിയാണ് അല്ലേ? വാഴപ്പഴം നോക്കി ഇതൊക്കെ ഇവിടെ ഈ ഏരിയകളിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കില്ലേ. റോബസ്റ്റ് ഉണ്ട് നല്ല ഫ്രഷാന്ന് തോന്നുന്നല്ലേ. ഫ്രഷ് പച്ചക്കറിയാ. അല്ല പാലെടുത്തിട്ടുണ്ടല്ലോ അവിടെ. എല്ലാം ഒന്ന് കട അടവാ ഇതില്ലേ. അത് പാലൊക്കെ എടുക്കുന്നത്. ചേട്ടായി അങ്ങ് ദൂരെ നോക്കിയ മലനിരകൾ നല്ല എന്താ പറയാ ഫുള്ള് രസമുള്ള കാഴ്ച കേട്ടോ. അതിന്റെ അങ്ങനെ മറിയല്ലേ നമ്മള് നിലമ്പൂരില്ലേ. നമുക്ക് ഈ റോഡിന് അങ്ങനെ പോയി താഴത്തേക്ക് ഇവിടേക്ക് ഇറങ്ങണ്ടേ നിലമ്പൂരിക്ക് ഇറങ്ങണ്ടേ.
ഞമ്മക്ക് ഇതിലെ തന്നെ പോവാ വന്ന വഴി തന്നെ മുക്കത്ത് വഴി. വന്ന വഴിക്ക് തന്നെ പോണേ. ആ ഇവിടെ നല്ലൊരു 2 സൂപ്പർ മാർക്കറ്റ് അടിപൊളിയുണ്ട്. ഇവിടെ നമ്മളെ ഇത് കണ്ട് കൊക്കോ കശുവണ്ടി പിന്നെ കൊക്കോയല്ലേ അല്ലേ? കൊക്കോ അല്ലേ? കൊക്കോയുടെ കുരുവാണ് അത് പച്ചക്ക് എടുക്കണതാ. ഓയ് പച്ചി വാ എന്ത് വാ പപ്പച്ചി എന്തിയേ കാണുന്നു എന്തിയേ അവരെന്റെ മുന്നിൽ പോയി. ഫുഡ് കോർട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ഫുഡ് കോർട്ട് ഇഷ്ടം പോലെ കേട്ടോ. ഏത് പലഹാരം വേണേലും ഉണ്ട്. പലഹാരമാണ് മുഴുവൻ. ലിൻഡോ ജോസഫിന്റെ മാത്രമല്ലല്ലോ ഇവിടെ. ആ അവരത് കൊറേ കണ്ടല്ലോ ഇപ്പൊ ഫ്ലക്സ് അല്ലേ? ഒരുപാടുണ്ട്. ലിൻഡോ കൊണ്ടുപോകുക. ലിൻഡോ കൊണ്ടുപോകണം. ലിൻഡോ ജോസഫ് തിരുവമ്പാടിയുടെ വികസന നായകൻ. ഫുള്ള് അവർ തന്നെയല്ലേ? അവിടേക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്താണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാരാണ്. സംഭവം എന്നറിയോ? അവിടെ നല്ലൊരു ചായക്കട കാണുന്നുണ്ട് കേട്ടോ. അതാണ് അത്ര തിരക്ക്. ഇതല്ലേ ഹട്ടുകളൊക്കെ ആയിട്ടല്ലേ? ചായക്കട എവിടെ ഉണ്ടോ അവിടെ ഉണ്ട് ജനങ്ങളും. പിന്നെ അല്ലേ നമുക്ക് നിലമ്പൂരിനാകണ 23 കിലോമീറ്റർ. പിന്നെ കോഴിപ്പാറ വെള്ളിച്ചാട്ടം. വെള്ളിച്ചാട്ടം അല്ല വെള്ളച്ചാട്ടം. മറന്നുപോയതാ. കോഴിപ്പാറ വെള്ളച്ചാട്ടം. 3 കിലോമീറ്റർ. നാരായണംകോയില് 4 കിലോമീറ്റർ. അപ്പൊ നമുക്ക് ഇവിടുന്ന് അധികം ഇല്ലല്ലേ? നമുക്ക് ആദ്യം കക്കാടംപൊയിൽ ടൗൺ ഇങ്ങനെ കണ്ടിട്ടേ നമുക്ക് എങ്ങോട്ടും പോകും. നായാടംപൊയിലൊന്നും ഒരു ഭംഗിയില്ല. ഭാര്യയും കൊണ്ടുപോകാന്നേ ഉള്ളൂ. അങ്ങ് പോണല്ലേ? സംഭവം നല്ല ലുക്കായിരിക്കും. ചിലപ്പോ മലേന്റെ മണ്ടയ്ക്ക് നടന്നു. പക്ഷെ വേറെ കാര്യം കുറച്ച് മഴയൊക്കെ ആകുമ്പോ കുറച്ചും കൂടി അവിടെയൊക്കെ ഉണ്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ടാവില്ലേ വെള്ളച്ചാട്ടമൊക്കെ? കോടൊക്കെ കയറി നല്ല രസമായിരിക്കും. ഉണ്ടാവും നായാടംപൊയിൽ പോയാല് കുത്തനെയുള്ള മഴയാ. ഐസ്ക്രീം ആണോ? പിന്നെ ഐസ്ക്രീം ആണോ? ഐസ്ക്രീം മേടിച്ചു കൊടുക്കാം. നമുക്കൊരു ചായ കുടിച്ചാലോ? നമ്മള് വണ്ടി പാർക്ക് ചെയ്തിടത്തോട്ട് ഏകദേശം എത്തി. നമ്മള് കുറച്ച് അപ്പുറത്താണ് നമ്മള് വണ്ടി പാർക്ക് ചെയ്തത്. പോലീസുകാരാ ഇലക്ഷന്റെ ആണല്ലേ? ഇലക്ഷൻ ചായ കുടിക്കാം. നമുക്ക് ചായ കുടിക്കണം. ഒന്ന് ചായ കുടിച്ചൊന്ന് ചില്ലായിട്ട് പോവാം. ഇവിടെ നല്ല അടിപൊളി ഒരു വീടുണ്ട്. മുളേരി പായസൊക്കെ ഉണ്ടല്ലേ? സൂപ്പർ വീടുണ്ട് കേട്ടോ. പോരാ എങ്ങനെ ഓരോ ഗ്ലാസ് വാങ്ങി കുടിച്ചോളീന്ന്. മൂപ്പര കച്ചവടത്തിന്റെ ഫോട്ടോ കണ്ടാലേ നാളെ ഏറെ കച്ചവടം കിട്ടുമല്ലോ. ആണോ? പിടിച്ചളി ഓരോ ഫോട്ടോ ഒന്നല്ലേ? ആ വീടുണ്ടോ? കുറച്ച് ക്ലിയർ കുറവുണ്ട്. വണ്ടി കയറി ചെല്ലണ വഴിയെല്ലാം കണ്ടോ? ആ പള്ളിയിലോട്ട് പോണ പോലത്തെ വഴിയാ അല്ലേ? അങ്ങോട്ടൊക്കെ നമ്മളവിടെ പള്ളി കണ്ടേ പാറകളില്ലേ? കണ്ടോ അവിടെ ഹട്ടുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വീട്ടിലോട്ട് അവിടെ ഹട്ട് എന്തി ഹട്ടുകൾ കണ്ടോ? അങ്ങോട്ട് ഹട്ടുകളാണ്ട് ഫുള്ള് ഹട്ടുകളാണ് കണ്ടോ? മോനെ നിറയുണ്ടല്ലോ. ഇങ്ങോട്ട് നല്ല തണുപ്പുള്ള ഏരിയ കൊണ്ടുവന്നിട്ടില്ലേ? എങ്ങനെ മാങ്ങയൊക്കെ ഇഷ്ടംപോലെ ഇടി കൊടുങ്ങുണ്ടോ? ഇടി മഴങ്ങുണ്ടോ? മഴ പെയ്യായിരിക്കാണ്ടൊക്കെ അതിലൊക്കെ ഇത് കയറുന്നുണ്ട്. കുഞ്ഞൊരു കട കണ്ടോ? അടിപൊളി. അപ്പം ചങ്കളെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി നമ്മൾ ഈ കക്കാടംപൊയിൽ ടൗണിൽ കൂടെ നടന്നു നിങ്ങളെ മൊത്തത്തിൽ എല്ലാരും ഒന്ന് കാണിച്ചു തരാന്നുള്ള ടൗണുകളൊന്ന് കാണിക്കാന്നുള്ളതായിരുന്നു. മമ്മിക്ക് അങ്ങനെ ആദ്യമായിട്ട് വരാ? അല്ലല്ല, ഞാൻ വന്നിട്ടുണ്ടല്ലോ നമ്മളെല്ലാരും കൂടി. ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യം. കക്കാടംപൊയിൽ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി. കിച്ചു എന്തെങ്ങനെ മാറിക്കണേ? ഐസ്ക്രീമിനല്ലേ? മടുത്തിട്ടുണ്ട്, അവിടെ പോയി ഇങ്ങനെ ഇരിക്കണത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ? വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാട്ടോ. ബൈ ബൈ ബൈ.